ഹായ് ഓൾ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പവർ ഫൈനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇത് പവർ ഫൈനാൻസ് ലിമിറ്റഡ് PFC മഹാരത്ന കമ്പനിയാണ്. ഈ പറയുന്ന കമ്പനിയിലേക്ക് E2 ഓഫീസർ, അവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ബി ടെക്കിൻ്റെ അകത്ത് 15,000 to 1,60,000 വരെയുണ്ട്. ഇൻക്രിമെൻറ്റ് 3% ആണ്. E2 ഓഫീസറായിട്ടാണ് കയറുന്നത്. അവിടെ മെയിനായിട്ട് ഈ പറഞ്ഞ ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെൻറ്റേഷൻ, കൺട്രോള്, കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും വരുന്നുണ്ട്. ഈ പറഞ്ഞു വന്ന മെക്കാനിക്കൽ, മാനുഫാക്ചർ, അങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വരുന്നുണ്ട്. MBA വരുന്നുണ്ട്, PGP വരുന്നുണ്ട്, PGDM വരുന്നുണ്ട്, PGDBM വരുന്നുണ്ട്, PGDBA വരുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ കോഴ്സും ഇതിനെല്ലാം 60% മാർക്കാണ്. ഇത് പറയുന്ന ഏജ് ലിമിറ്റ് 30 ആണ്. അപ്പോൾ ഇതിൻ്റെ അത് ഈ പറയുന്ന എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ മാൻഡേറ്ററി അല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റികൾ ലിമിറ്റഡാണ്. അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ കേസിൽ അടുത്തത് E1 ഓഫീസർ. E1 ഓഫീസറിൻ്റെ കേസിൽ 40 to 1,40,000 വരെയാണ്. അവിടെ LLB 3 years പറയുന്നുണ്ട്, 5 years ഇൻ്റഗ്രേറ്റഡ് LLB പറയുന്നുണ്ട്. ആ കോഴ്സുകളെല്ലാം അവിടെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ E2 ഡെപ്യൂട്ടി ഓഫീസർ പറയുന്നുണ്ട്, അതിൻ്റെ അകത്ത് വരുന്നത് LLBയുടെ കേസാണ്. E1 ഓഫീസർ BTech CSIT പറയുന്നുണ്ട്. ഏജ് ലിമിറ്റ് 28 ആണ് പറയുന്നത്. അതേപോലെ ഈ പറഞ്ഞു വന്ന E1 ഡെപ്യൂട്ടി ഓഫീസർ CSIT പറയുന്നുണ്ട്, അതിൽ 60% തന്നെയാണ്. ഏജ് ലിമിറ്റ് 28 തന്നെയാണ്. ഓക്കെ അല്ലേ? അവിടെ സാലറി വരുന്നത് 40 to 1,40,000 ആണ്. അപ്പോൾ ഇനിയും നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ E1 ഡെപ്യൂട്ടി മാനേജർ 5 BTech CSIT തന്നെ പറയുന്നുണ്ട്. അവിടെ മിനിമം 1 year പോസ്റ്റ് എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? ഈ പറഞ്ഞു വന്ന ഈ സെക്ഷനിലൊക്കെ അഡ്മിനിസ്ട്രേഷൻ, ഇൻക്ലൂഡിങ് സെക്യൂരിറ്റി ടൂൾസ്, സൊല്യൂഷൻസ്, നെറ്റ്വർക്ക് സെക്യൂരിറ്റി, VAPT എക്സെട്ര, ഇതിലുള്ളതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനി BTech സിവിലിൻ്റെ കാര്യം പറയുന്നുണ്ട്. EI ഡെപ്യൂട്ടി ഓഫീസർ 6, 40,000 to 1,40,000, മിനിമം 1 year എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇതേപോലെ തന്നെ ഡെപ്യൂട്ടി ഓഫീസർ E1 പറയുന്നത് മിനിമം ബേസിക് പേ 83,000, 8,000 വരുന്നുണ്ട്. പിന്നെ കൂടെ തന്നെ അലവൻസ്, HRAയും ബാക്കിയുള്ള ഈ പറഞ്ഞ മെഡിക്കൽ റീഇൻവേഴ്സ്മെൻറ്റ് കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബേസിക് പേ 15,000 ആണ്. 1,40,000 1,04,000 വരെ വരുന്നുണ്ട് ടോട്ടൽ ഇത് വരുമ്പോഴത്തേക്കും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞു വന്ന ഡിസബിലിറ്റി കാറ്റഗറിയൊക്കെയാണ് പറയുന്നത്, അത് നോക്കിയാൽ മതിയാവും. പിന്നെ നെയിം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ പറയുന്നത് ഈ CSIT വരുമ്പോഴത്തേക്കും IIT മദ്രാസ്, IIT ഡൽഹി, IIT ബോംബെ, അങ്ങനെ IITകൾ മെയിനായിട്ട് തിരുച്ചിറപ്പള്ളി അല്ലെങ്കിൽ ട്രിച്ചി മാത്രമാണ് നമുക്ക് NIT ആയിട്ട് വരുന്നത്. ഈ പറയുന്ന നെയിം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ വേറെ ഈ ലോയുടെ കേസിൽ ബാംഗ്ലൂർ പറയുന്നുണ്ട്, NLU ഡൽഹി പറയുന്നുണ്ട്, നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ലോ ഹൈദരാബാദ്, ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികൾ സെപ്പറേറ്റ് ആയിട്ട് പറയുന്നുണ്ട്. അവിടെ നിന്നൊക്കെ തന്നെ ആയിരിക്കണം നമുക്ക് കോഴ്സ് ഉണ്ടാകട്ടെ. അപ്പം ബാക്കിയുള്ള പറഞ്ഞു വരുന്ന ആപ്ലിക്കേഷൻ ഡേറ്റ് 24/1/2025 ആണ്. ലാസ്റ്റ് ഡേറ്റ് 13/0/2025 ആണ്. കമ്മീഷൻ ഓൺലൈന് 13/0/2025. അപ്പം എല്ലാവരും ഈ പറഞ്ഞു വന്ന ഇതിൻ്റെ PDF ഡീറ്റെയിൽസ് പറയണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞു വന്ന ഡിസ്ക്രിപ്ഷനിൽ തന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും. ബ്ലോഗായിട്ട് തന്നെ ആഡ് ചെയ്യുന്നുണ്ടാവും. അപ്പം ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിൽ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റട്ടെ. ടേക്ക് കെയർ, ബൈ.